ഇപ്പോൾ ശ്രീകാന്ത് ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ NDRF നദിയിലിറങ്ങി പരിശോധന നടത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഈശ്വർ നാൽബെ ഈ പുഴയിലിറങ്ങി അർജുനായി അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയുടെ ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്, അവിടെയുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈശ്വർ നാൻബെ നദിയിലിറങ്ങുന്ന മുമ്പ് NDRF സംഘം നദിയിൽ പരിശോധന നടത്തുകയാണ്. ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്കുന്ന എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് അവിടുത്തെ തെരച്ചിലിനൊരു ആശ്വാസമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. NDRF സംഘത്തിൻ്റെ പരിശോധന കഴിഞ്ഞാൽ സ്വന്തം റിസ്കിൽ ഈ ഈശ്വർ നാൻബെ നദിയിലിറങ്ങി പരിശോധന നടത്തും. ഒരുപക്ഷെ മലയാളികൾക്ക് അദ്ദേഹം നൽകിയ ഉറപ്പ് പോലെ തന്നെ ഗംഗാവാലി ഇന്ന് എത്ര അതിരൂക്ഷമായി പ്രതികരിച്ചാലും ഈ ആഴങ്ങളിൽ അർജുന് വേണ്ടി അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നതിൻ്റെ ലൈവ് വിഷ്വൽസ് ആണ് ഷെഡ്യൂൾ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം, നമ്മുടെ 4 സംഘമായി തിരിഞ്ഞ് നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശ്രീകാന്തും അരുൺ പൂപ്പറമ്പയും അതേപോലെ ഷെഫീദ് റാവുത്തറും ഒക്കെ തന്നെ ഈ ഗംഗാവാലി പുഴയ്ക്കരികിൽ തന്നെ ഉണ്ട്. അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകും. ഇപ്പോൾ ഷെഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, ഷിരൂരിലെ തിരച്ചിൽ സംബന്ധിച്ച് അവലോകന യോഗം ആരംഭിച്ചു. കേരളം യഥാർത്ഥത്തിൽ ഈ ദൗത്യ സംഘത്തിൻ്റെ ഓപ്പറേഷൻ നിർത്തിവെക്കാനുള്ള നീക്കത്തിനെതിരെ കേരളം വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ഈ അന്വേഷണം തുടരണം എന്ന് തന്നെയാണ്. 13 ദിവസങ്ങളായി അർജുൻ്റെ കാര്യത്തിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നമുക്ക് അന്വേഷണത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കർണാടക സർക്കാർ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഈ അർജുന് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു അന്തിമ ഫലം നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ ഉപേക്ഷിക്കരുത് എന്ന രീതിയിലുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി AK ശശീന്ദ്രനും അതുപോലെ PA മുഹമ്മദ് റിയാസും ഈ അവലോകന യോഗത്തിൽ അറിയിക്കാൻ പോകുന്നത്. ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള സംശയം ഇപ്പോൾ ഷിരൂരിൽ ഉണ്ട്. കാരണം ഒരു എത്തും പിടിയും ഈ കാര്യത്തിൽ കിട്ടുന്നില്ല. ദിവസങ്ങളായി നടത്താൻ അന്വേഷണം പാഴായിരിക്കുന്നു എന്ന് വേണം പരിചയം. ഇപ്പോൾ NDRF സംഘം പുഴയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ ഒരുക്കങ്ങൾ നടത്തുകയാണ്. പുഴയിൽ ആഴത്തിൻ്റെ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഈ ഈശ്വർ നാൻബെ ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തുക. എത്രയോ ദൗത്യങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഈശ്വർ നാൻബെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു മനുഷ്യനാണ്, ഒരുപാട് പരിമിതിയുണ്ട്. ഈശ്വർ നാൻബെ ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന ഡൈവിംഗ് ആരംഭിക്കുമെന്നും ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷെഫീദ്, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? ഈശ്വർ നാൻബെ അവിടെ എത്തിക്കഴിഞ്ഞോ? ഈശ്വർ നാൻബെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈശ്വർ മാൽപെ ഇപ്പോൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലത്തേതിന് സമാനമായി ഇന്ന് വീണ്ടും ഈശ്വർ മാൽപെ കേരളത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ചുമലിലേന്തിക്കൊണ്ട് അദ്ദേഹം ഡൈവ് ചെയ്യാൻ ഒരുങ്ങുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമായും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ 2 ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ദൃശ്യം ഇപ്പോൾ വെരി ക്ലോസ്, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അപകട മേഖലയിലേക്ക് ഇന്ന് ഒരു അരമണിക്കൂറിലേക്ക് നമ്മളെ മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ വെരി ക്ലോസ് ആയി കാണുന്നത്. ഇത് ഈ അപകടം നടന്ന ആ കുന്നിന്റെ ആ റോഡിന്റെ തൊട്ടടുത്തുള്ള ഒരു വശമാണ്. അവിടെ ഈ NDRF സംഘം, SDRF സംഘം, അതേപോലെ തന്നെ ഈശ്വർ മാൽപയുടെ സംഘം, ഇവർ 3 പേരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് കാണാം. മത്സ്യബന്ധന ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ മത്സ്യബന്ധന ബോട്ടുകളിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തി. നിലവിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്, അല്പസമയം മുൻപ് ഈശ്വർ മാൽപെ നമ്മളോട് സംസാരിച്ചിരുന്നു സ്കേൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സ്പോട്ടിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി കൂടുതൽ തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈശ്വർ മാൽപയോടൊപ്പം ഉണ്ടായിരുന്ന സംഘവും നേവി സംഘവും അവരുടെ ഡിങ്കി ബോട്ടുകളിലേക്ക് കയറുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 6ഓളം ഡൈവുകൾ നടത്തി. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ട്രക്കിന്റെ സാന്നിധ്യം അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈശ്വർ മാൽപെ അല്പസമയം മുൻപ് 24നോട് വ്യക്തമാക്കി. ഇന്നുകൂടി അദ്ദേഹം സ്വന്തം റിസ്കിൽ ഇവിടെ തുടരും. അതായത് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല, പക്ഷേ അവർ അനൗദ്യോഗികമായി അനുവദിച്ചിരിക്കുന്നത് 2 ദിവസമാണ്. അത് ഇന്നലെയും ഇന്നുമാണ്. ഇന്നത്തേന് ശേഷം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം അത് ഒരു പക്ഷേ അത് ഈ അവലോകന യോഗത്തിൽ ഇപ്പോൾ ഷിരൂർ IBയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പറയും. ഈ അവലോകന യോഗത്തിൽ കേരളം വിയോജിപ്പ് രേഖപ്പെടുത്തും. ആ വിയോജിപ്പ് ഇങ്ങനെയാണ്, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിലുള്ള തെരച്ചിൽ ഇന്ന് നടന്നിട്ടില്ല. മാത്രമല്ല ഈശ്വർ മാൽപയ്ക്ക് അനുമതി കൊടുക്കാത്ത അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ ചില തർക്കങ്ങൾ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. ഈ യോഗത്തിൽ ഒരു പക്ഷേ മന്ത്രി AK ശശീന്ദ്രൻ അത് ഈ കാർവാർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചേക്കും. കർണാടക മുഖ്യമന്ത്രി സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഈ തെരച്ചിലിന് നേതൃത്വം നൽകണമെന്ന് കേരളത്തിന് ആവശ്യമുണ്ട്. അതും ഈ അവലോകന യോഗത്തിൽ അറിയിക്കും. കേരളത്തിൽ നിന്നുള്ള MLA മാരും ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ അപകടം നടന്ന മേഖലയാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ മുളയടക്കമുള്ള കാര്യങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതടക്കം കുത്തി, ഈ മൺകുനയ്ക്ക് അരികിൽ കുത്തി ഇന്ന് ഈശ്വർ മാൽപെ പറഞ്ഞ അതേ സ്ഥലത്ത് ഇറങ്ങുക, അവിടെ ഇറങ്ങിയ ഒരു തിരച്ചിൽ അതാണ് നോക്കുന്നത്. പക്ഷെ അടിയൊഴുക്ക് ഇന്നലത്തേതിനേക്കാൾ ഇന്ന് കൂടുതലാണ്. അത് തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക
അത് ഈശ്വർ മാൽപ്പെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ SKN ഈശ്വർ മാൽപ്പെ ഒരു സ്ഥലത്തിറങ്ങും, അദ്ദേഹത്തെ അടിയൊഴുക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഇന്ന് കുറച്ചുകൂടി അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ഏതായാലും ശിരൂരിൽ അതാ നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ തിരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകും. ഒന്നുമില്ലാത്തൊരിടത്ത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നത് അത് കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈശ്വർ മാൽപ്പയും സംഘവും അതാ നദിക്ക് നടുവിലേക്ക് പോവുകയാണ്. നമുക്ക് ഇപ്പോൾ കാണുന്ന ക്ലോസ് വിഷ്വലിൽ അപകടം നടന്ന ആ മേഖലയിൽ ഉദ്യോഗസ്ഥരടക്കം നിലയുറപ്പിക്കുന്നത് കാണാം. അതിനുമപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൈവിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി അത് ഡൈവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയും. ഏതായാലും ഡിങ്കി ബോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അത് ഈ മലമുകളിൽ നിന്ന് നമ്മൾ പകർത്തുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാര്യങ്ങളുണ്ട്. അതിൽ ഡിങ്കി ബോട്ട് അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. അതിലേക്ക് NDRF സംഘം ഇറങ്ങുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന ബോട്ടിൽ നേവി സംഘം ഇറങ്ങുന്നുണ്ട്. ഇവിടെ അല്പസമയത്തിനുള്ളിൽ ഈ നേവിയും NDRFും പ്രധാനമായും ചെയ്യുക ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും ഒരു സഹായമാണ്. അതായത് ഈ ഈശ്വർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശിരൂരിൽ നിന്ന്. ഇനി ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് താങ്കൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? താങ്കൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിരൂരിലെ ബേസ് ക്യാമ്പിലാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബേസ് ക്യാമ്പിലെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് NDRFിന്റെയും നേവിയുടെയും സംഘം ഈ ബേസ് ക്യാമ്പിൽ നിന്നും ഇത് സംഭവം നടക്കുന്ന ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത് ആ നേവി NDRF സംഘം ക്യാമ്പ് ചെയ്തിരിക്കുന്ന അവരുടെ ബേസ് ക്യാമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി ഇവിടം കേന്ദ്രീകരിച്ചാണ്, ഈ ബേസ് ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് ഈ നദിയിലെ പരിശോധന നടക്കുന്നത്. ഈ നദിയിൽ നടക്കുന്ന പരിശോധനയ്ക്കുള്ള ബേസ് ക്യാമ്പാണ് ഇത്. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ നീല കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് നേവിയുടെ ഉദ്യോഗസ്ഥരാണ്. അതിനപ്പുറം ഓറഞ്ച് കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്നത് അത് NDRFിന്റെ ഈ സേനാംഗങ്ങളാണ്. അതിനുമപ്പുറം പച്ച കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്നത് കർണാടക സംസ്ഥാനത്തിന്റെ ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സ് ആണ്. ഒപ്പം തന്നെ മാൽപ്പെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഈശ്വർ മാൽപ്പെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ബേസ് ക്യാമ്പിൽ നിന്നും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഈ ബോട്ടുകളിൽ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മൺകൂനക്കരികിലേക്ക് നീങ്ങും. മൺകൂനക്കരികിൽ 3 സ്പോട്ടുകളിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഈ 3 സ്പോട്ടുകളിലും മാറി മാറി ഇന്നും വാഹനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ പരിശോധന തുടരും. നമ്മൾ ഈ കാണുന്നതാണ് ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇത്ര അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം ഇതാദ്യമായാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ എന്നുള്ളത് ചില ഊഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ തൊട്ടുമുന്നിൽ കൺമുന്നിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ നോക്കൂ SKN, കാണുന്നതാണ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ NDRFിന്റെ സംഘമുണ്ട്, അതോടൊപ്പം തന്നെ നേവിയുടെ സംഘമുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരുടെ ബോട്ടുകൾ തയ്യാറാക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് ഈ ബേസ് ക്യാമ്പിന്റെ തൊട്ടടുത്ത് വരെ നമുക്കെത്തി ഈ ദൃശ്യങ്ങൾ കൃത്യമായ വിവരങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ ഇത്രയധികം ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് ഇങ്ങനെ നമുക്ക് കടന്നു വരാൻ സാധിച്ചതും. ഈ ജലത്തിൻ്റെ ഒരു ഒഴുക്ക് അഭിലാഷം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ പ്രദേശത്തേക്ക് നമ്മളൊന്ന് ക്യാമറ തിരിക്കുമ്പോൾ SKN, നമ്മൾ ഇത്രയും നാൾ പറഞ്ഞിരുന്നതേ ഉള്ളൂ ശക്തമായ ഒഴുക്ക്, ശക്തമായ അടിയൊഴുക്ക് എന്നൊക്കെ. അഭിലാഷ്, ദയവായി ആ വിഷ്വൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ ജലത്തിൻ്റെ ഒരു ഒഴുക്ക് ഒന്ന് നോക്കാം SKN. മുകളിൽ നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല അതിൻ്റെ ഒഴുക്ക്, അതിശക്തമായ അടിയൊഴുക്ക് ഈ നദിയിൽ ഉണ്ട്. അതിശക്തമായ അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇവിടെ പിടിച്ചു നിൽക്കാനാകാത്ത വിധം
അടിയൊഴുക്ക് ശക്തമാണ്. ഏതാണ്ട് 6.87 ആയിരുന്നു ഇന്നലെ. അത് ഇന്ന് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അഭിലാഷ്, ആ ദൃശ്യങ്ങൾ, നദിയുടെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കണം. അടിയൊഴുക്ക് ശക്തമാണ്, ശക്തമായ അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നദിയിലെ അവസ്ഥ എന്നുള്ളത് വ്യക്തമായിരുന്നില്ല, വിസിബിൾ ആയിരുന്നില്ല. SKN പ്രേക്ഷകർക്ക് വേണ്ടി ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിച്ച് നൽകാൻ സാധിക്കും. അതായത് ഈ നദിയിലേക്ക് ഇറങ്ങാനാകാത്ത വിധം, ഈ നദിയിലേക്ക് ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാനാകാത്ത വിധം ഇവിടെ അടിയൊഴുക്ക് അതിശക്തമാണ്. മുകളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ഈ ഗംഗാവാലി നദി. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ഇത്രയടുത്ത് ഇത്രയധികം കൃത്യമായി ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കുന്നത് ഇപ്പോഴാണ്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ അടിയൊഴുക്കം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഈ നദിയുമാണെന്ന്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണിക്കാൻ സാധിക്കുന്നു. ഈ നദിയിൽ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഈ നദിയിലേക്കാണ് ഇപ്പോൾ മഴ പെയ്ത് വീണ്ടും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് നദി. ഈ നദിയിലേക്കാണ് ഇപ്പോൾ ഈ സംഘം ഇറങ്ങാൻ പോകുന്നത്. SKN ഒരു ബോട്ട് ഇപ്പോൾ നമുക്ക് NDRFന്റെ ഒരു ബോട്ട് കാണിക്കാം. അഭിലാഷ്, ആ ക്യാമറയൊന്ന് തിരിച്ചാൽ NDRFന്റെ ബോട്ട് ഇവിടുത്തെ ഒഴുക്ക് രാവിലെ ഇറങ്ങി ഒരു ട്രയൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് SKN ഈ കാണുന്നത്. NDRFന്റെ ഒരു ബോട്ട് ഇപ്പോൾ ഈ ഈശ്വർ മാൽപേ നദിയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഈ നദിയിലിറങ്ങി, ഗംഗാവാലി നദിയിലിറങ്ങി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടുത്തെ ഒഴുക്ക് നോക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്ര തൊട്ടടുത്ത് ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. അവർ ഈ നദി തൊട്ട് താഴെ ഒരു പാലമുണ്ട്. ഈ മൺകൂനയ്ക്ക് സമീപം മുതൽ തൊട്ട് താഴെ വരെ ഒരു പാലമുണ്ട്. ആ പാലം വരെ അവർ പോയിട്ടുണ്ട്. പോലീസിൻ്റെയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ ഗംഗാവാലി നദിയിൽ ഇവിടുത്തെ ഒഴുക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വാഹനം, അവരുടെ ബോട്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നതും. ഈ ഇത്ര വലിയ ഒഴുക്കുള്ള ഈ നദിയിലൂടെയാണ് അവർ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് SKN കാണാൻ സാധിക്കുന്നത്. ഈ ബോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ നദിയിലെ ഒഴുക്കും നദിയിലെ ഓളം വെട്ടുന്നതും. ഇതിലേക്ക് ഇറങ്ങി ഈ ലോറി കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ പണിയാണ്. ആ ദൗത്യത്തിലാണ് ഇപ്പോൾ ഈ സംഘം ഏർപ്പെട്ടിരിക്കുന്നത്. അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ ഇത്രയടുത്ത് നമുക്ക് കാണിക്കാനും സാധിക്കുന്നുണ്ട്. നിലവിൽ SKN ഞങ്ങൾ നിൽക്കുന്നത് ഈ സ്പോട്ടിലാണ്, ഈ ദുരന്തം നടന്ന ആ സ്പോട്ടിലാണ്. ഈ ദുരന്തം നടന്ന സ്പോട്ടിലേക്ക് ഇത്ര അടുത്ത് വന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴാണ് ഇത്രയധികം കൃത്യമായി നമുക്ക് കാണാനും ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവർ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവരുടെ കഷ്ടപ്പാടുകൾ എത്രത്തോളമുണ്ട്, ദൗത്യ സംഘത്തിന്റെ പ്രശ്നങ്ങൾ എത്രത്തോളമുണ്ട്, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വലിയ വെള്ളപ്പൊക്കമുണ്ട്, വലിയ തോതിൽ വെള്ളമുണ്ട്, അടിയൊഴുക്കുണ്ട്, ഇവർ നേരിടുന്ന പ്രതിസന്ധി ഇതൊക്കെയാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ പ്രേക്ഷകരടക്കം ഈ നമ്മുടെ യൂട്യൂബിൽ കമന്റുകൾ ഇടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിലേക്ക് ചാടിക്കൂടാ, എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന് അവർ നേരിടുന്ന കഷ്ടപ്പാട്, അവർ നേരിടുന്ന ബുദ്ധിമുട്ട് നമ്മൾ നൽകുകയാണ്. ഈ നദിയിൽ വലിയ വലിയ അണ്ടർ വാട്ടർ കറണ്ട് ഉണ്ട്. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേവിയുടെ സംഘം തയ്യാറായി കഴിഞ്ഞു. നേവി സംഘം ഇനി ഒരു റൗണ്ട് അവരുടെ ഒരു പരിശോധന കൂടി കാണും. ഇപ്പോഴത്തെ ഈ അണ്ടർ വാട്ടർ കറണ്ട് എത്രയുണ്ട് എന്ന്. അവരാണ് ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അകമ്പടി സേവിക്കുന്നത് ഈ ഡൈവിങ്ങിനിടയിൽ. SKN. ഓക്കെ, ഈശ്വർ മാൽപ്പെ അല്പസമയത്തിനകം അദ്ദേഹത്തിന് ദൗത്യം ആരംഭിക്കുമെന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. എന്തായാലും നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്ന് 13ാം ദിവസമാണ് തെരച്ചിലിൻ്റെ. ഇന്ന് എന്തെങ്കിലും ഒരു ശുഭകരമായ വാർത്ത ലഭിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അർജുൻ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണത്തിലാണിപ്പോൾ നമ്മളെല്ലാവരും. മിക്കവാറും എല്ലാ കുടുംബങ്ങളിലെയും ഒരു അംഗമായി അർജുൻ മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, അർജുൻ എന്ത് പറ്റി, എവിടെയാണ് അർജുൻ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ചില യാഥാർത്ഥ്യങ്ങളോട് തീർച്ചയായിട്ടും നമ്മൾ പൊരുത്തപ്പെടണം. ഇത്ര കൂടുതൽ ദിവസമൊന്നും ഒരു മനുഷ്യന് ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിലോ മണ്ണിൻ്റെ അടിയിലോ പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയണം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ അവസരത്തിൽ വരുന്നത്. മാത്രമല്ല, അർജുൻ്റെ ബന്ധുക്കളും ഈ ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടൊപ്പം നിൽക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അതായിരിക്കും നമുക്ക് ഈ നിമിഷത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഈ തെരച്ചിലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി വീണ്ടും നമ്മുടെ വാർത്താ സംഘം നമുക്കൊപ്പം ചേരും.